CPI-യുമായി അകൽച്ചയിലായ കൊട്ടാരക്കരയിലെ മുൻ MLA പി ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക്. കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ ഐഷ പോറ്റി പങ്കെടുക്കും. അരുൺ രാജ് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും പാർട്ടി CPM-ൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഐഷ പോറ്റി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ കോൺഗ്രസ് വേദിയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് അതിൽ പോകാൻ തീരുമാനിച്ചതാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഐഷ പോറ്റിയെ സംബന്ധിച്ച് കേരളത്തിലെ CPM-ന്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊന്നാണ്. ഐഷ പോറ്റി കഴിഞ്ഞ അവസാന സമയം വരെയും നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം തന്നെ പറഞ്ഞത് CPM-ൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കുകളുണ്ട്, അത് ഈ വക്കീൽ പണിയുമായി തന്നെ മുന്നോട്ട് പോകുകയാണ് താൻ എന്നുള്ളതായിരുന്നു. പക്ഷേ CPM-വുമായി അത്ര നല്ല രസത്തിലല്ല ഐഷ പോറ്റി എന്ന കഴിഞ്ഞ സമ്മേളന കാലയളവിലടക്കം നമുക്ക് ബോധ്യപ്പെട്ടതാണ്. കൊട്ടാരക്കര ഏരിയ സമ്മേളനത്തിലും തുടർന്ന് നടന്ന ജില്ലാ സമ്മേളനത്തിലും ഐഷ പോറ്റി എത്താത്തത് വലിയ വിമർശനങ്ങൾക്കടക്കം ഇടയാക്കി. ഒടുവിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഐഷ പോറ്റിയെ പുറത്താക്കുകയടക്കുന്ന സാഹചര്യം നമ്മൾ കേട്ടതുമാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട CPM പരിപാടികളിലും CPM വേദികളിലും ഐഷ പോറ്റി പങ്കെടുത്തിരുന്നില്ല. ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ ഇന്ന് കലയപുരത്ത് ആശ്രയ സംഘത്തിലാണ് ഈ പരിപാടി. ആ പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്താൻ ഐഷ പോറ്റി എത്തുന്നത്. ഐഷ പോറ്റിയെ പരിപാടിയിലേക്ക് കോൺഗ്രസ് ജില്ലാ നേതൃത്വം നേരിട്ട് ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ഈ മറ്റ് CPM നേതാക്കളാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. MP കൊടിക്കുന്നിൽ സുരേഷാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. താൻ പരിപാടിക്ക് പോകുന്നത് ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവിനോടുള്ള ഒരു അടുപ്പം, അത് താൻ നിയമസഭാ കാലയളവിലടക്കം ഇരുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന മാനസിക അടുപ്പത്തിന്റെ മാത്രം പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഐഷ പോറ്റിയും വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള രാഷ്ട്രീയ മാനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് CPM-ഉം കോൺഗ്രസും അടിവരയിട്ട് ഉറപ്പിക്കുന്നത്. കാരണം ഈ അടുത്തിടയ്ക്കാണ് കൊട്ടാരക്കര കോൺഗ്രസ് നഗരസഭ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഐഷ പോറ്റിക്കായി വാതിൽ തങ്ങൾ തുറന്നിട്ടിരിക്കുന്നുവെന്ന് ഈ ക്യാമ്പിൽ പ്രമേയം തന്നെ പാസാക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എന്ന സൂചന പല ഘട്ടത്തിലും പുറത്തു വന്നതാണ്. ഇതിനിടയിൽ ഐഷ പോറ്റി പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ അടക്കം രംഗത്ത് വന്നതും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങൾ ശ്രദ്ധയോടെ CPM കേന്ദ്രങ്ങൾ വീക്ഷിക്കുകയാണ്. അരുൺ രാജ്, എന്തായാലും ഐഷ പോറ്റിയാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. കാരണം കുറച്ചു കാലമായി ഐഷ പോറ്റിക്ക് പാർട്ടിയുമായി ചില അകൽച്ചയും ചില പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് നമ്മുടെ കൊട്ടാരക്കരക്കാർ പറയുന്നത്.